കഴിഞ്ഞ 2, 3, 4, 5 ചിന്തിച്ചു പോന്ന ആ വിഷയം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇന്ന് അതിൻ്റെ 6ാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചത്തെ മെസ്സേജോടുകൂടി ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഇവൻ ആര് എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചു പോരുകയാണ്. ഇന്നതിൻ്റെ 6ാമത്തെ പാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോന്ന ഭാഗങ്ങളിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമുണ്ട്. പലരുടെയും സാക്ഷ്യങ്ങളാണ് നമ്മൾ തിരുവെഴുത്തുകളിൽ കൂടി കണ്ടതും പലരും പറഞ്ഞ കാര്യങ്ങളാണ് നാം കണ്ടത്. ഇങ്ങനെ മനുഷ്യന്റെ സാക്ഷ്യങ്ങൾ യേശുക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവമായ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി. ശിമയോൻ പത്രോസ് അത് പ്രസ്താവിച്ച് അത് സ്വർഗീയമായ വെളിപ്പാടാണെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയ പരമപ്രധാനമായ വചനഭാഗങ്ങൾ വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന 2 പ്രത്യേക പരാമർശങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് ആ 2 പരാമർശങ്ങളും വളരെ പ്രസക്തമാണ്. ആ 2 പരാമർശങ്ങളും നമ്മുടെ ജീവന് ആധാരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. നിത്യജീവന് ആധാരമായിരിക്കുന്ന 2 പ്രമുഖ പരാമർശങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ 2 പരാമർശങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അത് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്നതായ വിഷയമാണ്. നിത്യജീവനെ ഉറപ്പിക്കുന്ന വിഷയമാണ്. നമ്മൾ ചിന്തിച്ച വചനഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടതിൽ വളരെ പ്രസക്തമായ ഒന്ന് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുവിന്റെ ശിഷ്യനായ ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞ് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയ വചനഭാഗമാണ്. അവിടെ യേശുക്രിസ്തു എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. യേശു ആര് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് യേശു അവരോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആര് എന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് ശിമോൻ പത്രോസ് പറയുന്ന മറുപടി നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പരാമർശം നമ്മുടെ ജീവന് ആധാരമാണ് എന്നുള്ളത് മറ്റൊരു വചനഭാഗത്ത് നമ്മളെ ഉറപ്പിക്കുന്നതാണ്. എന്നാൽ അതേ സമയം തന്നെ യേശുക്രിസ്തു അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ശിമയോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു അതിനെ ഇത് ജഡരക്തങ്ങളുടെ വെളിപ്പാടല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുറപ്പിക്കുമ്പോൾ, അതിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യേശു തുടർന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? തന്റെ സഭയെ പണിയുന്ന കാര്യമാണ് പറയുന്നത്. സഭയെ പണിയുന്ന കാര്യമാണ് തുടർന്ന് യേശു അവിടെ പറയുന്നത്. ശ്രദ്ധിക്കണം, എന്തിന്റെ മേലാണ് സഭയെ പണിയുന്നത്? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന സ്വർഗീയമായ വെളിപ്പാട്, അതിന്മേലാണ് ക്രിസ്തു തന്റെ സഭയെ പണിയുന്നതെന്ന പ്രസക്തമായ കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ക്രിസ്തു തന്റെ സഭയെ പണിയുമ്പോൾ ആ പണിക്കുള്ള ആധാരമായി അടിസ്ഥാനമായി വച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് യേശു
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അത് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ അവൻ ജീവനുള്ള സഭയുടെ, കർത്താവായ യേശുക്രിസ്തു പണിയുന്ന ആത്മമന്ദിരമായ സഭയുടെ ഒരു കല്ലായി മാറുന്നു എന്ന വസ്തുത നമ്മൾ മറന്നുപോകും. നമ്മൾ ഇതിനെ ഉറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വചനഭാഗത്തുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ എത്യോപ്യയിൽ നിന്ന് യെരുശലേമിൽ നമസ്കരിക്കാൻ വന്ന ശേഷം മടങ്ങിപ്പോകുന്നവനായ മനുഷ്യനോട് ഫിലിപ്പോസ് സുവിശേഷം പറയുകയും ആ സുവിശേഷം കേട്ടവൻ ആ സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞവൻ, ആ സുവിശേഷത്തിന്റെ അന്തസത്തയെ തിരിച്ചറിഞ്ഞവൻ ആ സുവിശേഷകനോട് ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു തടസ്സമുണ്ട്, എന്തു വിരോധമുണ്ട് എന്ന ചോദ്യത്തിന്റെ മുൻപിൽ സുവിശേഷകന് പറയുവാനുള്ളത്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുന്ന സുവിശേഷകന് പറയുവാനുള്ളത്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാമെന്നാണ്. അപ്പോൾ ക്രൈസ്തവനാകുവാൻ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമായ സ്നാനം എന്ന ആ ഒരു സംഗതിയിലേക്ക് എത്തണമെങ്കിൽ അവന് അതിനു മുൻപേ പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വാസം ആവശ്യമാണ്. അതുകൊണ്ട് തീർന്നില്ല, അവൻ വിശ്വസിക്കേണ്ടത് എന്താണ് എന്നുള്ളത് കൂടി അവിടെ അവൻ പ്രസ്താവിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന ഫിലിപ്പോസിന്റെ മറുപടിയായി അവൻ പ്രതിവചിച്ചത് എന്താണ്? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനാണ് സ്നാനം നൽകേണ്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം അരക്കിട്ടുറപ്പിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന വചനഭാഗം. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന വിശ്വാസത്തെ ഉള്ളത്തിൽ ഉറപ്പിച്ചതിനെ പ്രസ്താവിച്ചു കഴിയുന്ന ഒരു വൻ ദൈവ പൈതലായി മാറുകയാണ്, ദൈവസഭയുടെ കല്ലായി മാറുകയാണ് ചെയ്യുന്നത്. ആകയാൽ പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യജീവൻ ആധാരമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പണിയുന്ന സഭയുടെ ആധാരമായിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അന്തസത്ത, അതിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തു എന്ന പ്രഖ്യാപനത്തിന്റെ പിന്നാലെ യേശു പറയുന്നത്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അതിനെ ഉറപ്പിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിലെ കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചത്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ താൻ ഈ സുവിശേഷം എഴുതുന്നതിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ള തന്റെ ഉദ്ദേശം, തന്റെ ലക്ഷ്യം താൻ അവിടെ വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ 20-ന്റെ 31-ാം വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത് എന്താണ്? യേശു തന്റെ ശിഷ്യന്മാർ കാണെ അനേകം അടയാളങ്ങൾ ചെയ്തു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ സുവിശേഷം എഴുതിയതിൽ നിന്നും താൻ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നവർ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്നും വിശ്വസിക്കേണ്ടത്, യേശുക്രിസ്തു ആരെന്ന് വിശ്വസിക്കണമെന്നാ യോഹന്നാൻ പറഞ്ഞു വെച്ചത്?
ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ തന്റെ സുവിശേഷം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത്. അത് വായിക്കുന്ന ഒരുവൻ മനസ്സിലാക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ശിമയോൻ പത്രോസ് പ്രസ്താവിച്ചത് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തി. അത് സഭയുടെ പണി, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയുടെ അടിസ്ഥാനമായി യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ച വിശ്വാസം, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വിശ്വാസം പ്രഖ്യാപനം നടത്തുന്നവനെ, അവൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നവനെ സ്നാനം കഴിപ്പിക്കുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവന് ജീവനുണ്ടാകും എന്നുകൂടി യോഹന്നാൻ ശ്ലീഹായും പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശത്തിൽ അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒന്നാണ്. അത് സഭയുടെ പണിയുടെ അടിസ്ഥാനമാണ്. അത് നമ്മുടെ ജീവന്റെ അഥവാ നിത്യജീവന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടി നിന്ന് ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ ജീവനുള്ള ദൈവം എന്ന പരാമർശം, വിശുദ്ധ വേദപുസ്തകത്തിൽ ജീവനുള്ള ദൈവം എന്നൊരു പരാമർശമുണ്ടെങ്കിൽ അത് ഒരേ ഒരുവനെ കുറിച്ച് മാത്രമേ ഉള്ളെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതും നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിച്ചതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നിന്നും നമ്മൾ അത് ചിന്തിച്ചതാണ്. യഹോവ ജീവനുള്ള ദൈവം. അപ്പൊ ഒരു പരാമർശം ഇവിടെ കണ്ടു. അപ്പോൾ യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു യഹോവയുടെ പുത്രനായ ക്രിസ്തു ആണ് എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ യഹോവയെ കുറിച്ചല്ലാതെ ജീവനുള്ള ദൈവമെന്ന് ബൈബിളിൽ ഒരു പരാമർശമേ ഇല്ല എന്ന് മറന്നു പോകരുത്. അടുത്തത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന യേശു ആരാണ്? അവൻ ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഏക സത്യദൈവം. യോഹന്നാൻ 17:3 നമുക്ക് വളരെ പരിചിതമായ വചനഭാഗമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, അവിടുത്തെ പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും നിത്യജീവനെ നൽകേണ്ടതിന് അവിടുന്ന് സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവൻ. അപ്പോൾ യേശുക്രിസ്തു ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ള അറിവ്, യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ്, ഏക സത്യദൈവം എന്ന അറിവ് നിത്യജീവനാണ് എന്നുകൂടി അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പരാമർശം എന്താണ്? ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശു എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ ചിന്തിച്ച യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിലെ അടുത്ത പരാമർശം എന്താണ്? യഹോവ ജീവനുള്ള ദൈവം, അവൻ സത്യദൈവം. അപ്പോൾ രണ്ടാമത്തെ പരാമർശം യഹോവയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ സത്യദൈവം, യഹോവ സത്യദൈവം. സത്യദൈവമെന്ന് യഹോവയെ കുറിച്ചല്ലാതെ മറ്റൊരുത്തരെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശമേ ഇല്ല എന്നത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? യഹോവയാൽ അയക്കപ്പെട്ടവൻ, ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്. ഈ അറിവ് നിത്യജീവനാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ രണ്ട് പ്രമുഖ പരാമർശങ്ങളും നമ്മെ സംബന്ധിച്ച് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് എന്റെ പ്രിയരെ, നാം തിരുവെഴുത്തുകളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് മറന്നു പോകരുത്. ഇനി നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്
ഉള്ള ഇതര പരാമർശങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഒരുവൻ യേശുവിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അപ്പോൾ ഇവിടെ ധാരാണ് യേശുവിനെ നമസ്കരിക്കുകയും യേശുവിനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചതെന്ന് കൂടി നിങ്ങൾ അറിയണമല്ലോ. യേശു ക്രിസ്തു ഗരസേന്യ ദേശത്ത് എത്തി. അവിടെ കരക്കിറങ്ങിയപ്പോൾ വളരെ കാലമായി ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് യേശുവിനെ വന്ന് എതിർപ്പെടുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രേ ആയിരുന്നു. അവനാണ് യേശുവിനെ കണ്ടിട്ട് യേശുവിനെ വിളിക്കുന്നത് എന്താണ്? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഭൂതഗ്രസ്തൻ കൂടി ഇവിടെ യേശുവിനെ തിരിച്ചറിയുകയാണ്. അവൻ ആരെന്നാണ് തിരിച്ചറിഞ്ഞത്? അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്നത് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ യേശുവിനെ നമസ്കരിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ വന്ന് വിശുദ്ധ മറിയത്തോട് പറയുന്ന ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ തന്നെ 1-ാം അധ്യായത്തിന്റെ 30 മുതലുള്ളതായ വാക്യഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30 മുതലുള്ളതായ വചന ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് ഭൂതഗ്രസ്തൻ വിളിച്ചത് കേട്ടിട്ട് ഭൂതത്തിന് തോന്നിയത് വെറുതെ എന്തെങ്കിലും അബദ്ധമാണ് എന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ, പ്രിയരെ, ഇവൻ ആരാണ് എന്നുള്ളത്, ഇവൻ എന്താണ് വിളിക്കപ്പെടുമെന്നുള്ളത് വളരെ കൃത്യമായി ജനനത്തിന് മുൻപേ ദൂതൻ മുഖാന്തരം അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ അത്യുന്നതനെന്നും മഹോന്നതെന്നും പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാ കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ആരാണ് ഈ മഹോന്നതൻ? ആരാണ് ഈ അത്യുന്നതൻ? ആരാണ്? 83-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. ഒപ്പം 92-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. 92-8 വായിച്ചോ. സങ്കീർത്തനങ്ങൾ 92-8. നീയോ യഹോവേ, എന്നേക്കും അത്യുന്നതനാകുന്നു. സങ്കീർത്തനങ്ങൾ 92-8. ആരാണ് എന്നേക്കും അത്യുന്നതൻ? യാഹുവ എന്ന് എന്നേക്കും നാമമുള്ളവൻ. മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്തവൻ, അവനെ തന്നെയാണ് ദൈവമെന്ന് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള വിഷയമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവം മോശയോട് അരുളി ചെയ്തതായ കാര്യമാണ്. മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നതാണ് നാം അവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം.
ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി ഒരു ജ്ഞാപകവുമായിരിക്കും. യാഹുവയെന്നോ യഹോവയെന്നോ നിങ്ങൾ ഉച്ചാരണം ചെയ്തോളൂ. യോദ് ഹേഹ വാവ് ഹേഹ യാഹ വാഹ എന്ന് 4 എബ്രായ അക്ഷരങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവം മോശയോട് അരുളി ചെയ്തതാണ് നമ്മൾ വായിച്ചത്. ഇതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മോശയോട് അരുളി ചെയ്തത് ദൈവമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ആരാണ് അവനോട് പറഞ്ഞത്? ദൈവം അവനോട്. അപ്പോൾ മോശയോട് മുൾപ്പടർപ്പ് ഭാഗത്ത് ആര് സംസാരിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവമാണ് സംസാരിച്ചതെന്ന് യേശുക്രിസ്തു ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് എന്താണ് പറഞ്ഞത്? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? മോശയുടെ പുസ്തകത്തിൽ അരുളി ചെയ്തവൻ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് മോശയോട് അരുളി ചെയ്തത് ദൈവമാണെന്ന് കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഈ ഭാഗങ്ങളിലാണ് നമ്മൾ ഇത് കാണുന്നത് എന്ന് മറന്നു പോകരുത്. അപ്പോൾ 92-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ എന്നേക്കും അത്യുന്നതൻ അഥവാ മഹോന്നതൻ ആരാണ്? യാഹുവ എന്ന് എന്നേക്കും നാമമുള്ളവനും മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമെന്ന് അരുളി ചെയ്തവനായവനാണ് ദൈവമെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്നാണ് എന്നേക്കും അത്യുന്നതൻ അഥവാ മഹോന്നതൻ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് ഉറപ്പിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നു. അവന്റെ ആരാണ് യേശുക്രിസ്തു എന്നാണ് പറഞ്ഞത്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന്. അവൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് ദൂതൻ അറിയിച്ചു കൊടുത്തത് ഇതാ ഇവിടെ നിവൃത്തിയായിരിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി യേശുക്രിസ്തുവിനെ കണ്ട അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ളവർ എന്താണ് പ്രസ്താവിച്ചത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 28-ാം വാക്യവും നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. എന്താണ് യേശു ക്രിസ്തു ഇവിടെ യഹൂദന്മാരെ മിണ്ടാതാക്കിയത്? എന്തു പറഞ്ഞാണ്? യേശു തന്നെ ക്രിസ്തു എന്ന് ഈ ശൗൽ എന്ന പൗലോസ് പരസ്യമായി യഹൂദന്മാരോട് അവരെ മിണ്ടാതാക്കി കളഞ്ഞു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം കൂടെ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. 18-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 28.
യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ച് മിണ്ടാതാക്കി കളഞ്ഞു. അപ്പോൾ യേശുവിനെ കണ്ട പൗലോസ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അവൻ തന്നെയാണ് ക്രിസ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 20-ാം വാക്യം. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. തുടർന്ന് വീണ്ടും താൻ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ പരസ്യമായി ഇവരെ ഖണ്ഡിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പൗലോസിന്റെ അധ്യാപനങ്ങളിൽ ഈ യേശു ആരെന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പ്രസംഗിക്കുന്നത്? അവൻ തന്നെയാണ് ക്രിസ്തു, അവൻ തന്നെ ദൈവപുത്രൻ എന്ന് പരസ്യമായി യഹൂദന്മാരോട് അവരുടെ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് തർക്കിച്ച് വാദിച്ച് അവരെ പരസ്യമായി ഖണ്ഡിച്ചു കളയുകയും മിണ്ടാതാക്കുകയും ചെയ്തതായി പൗലോസിനെ കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. ഈ പൗലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നടത്തുന്ന മറ്റൊരു പരാമർശം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത് വളരെ ആവശ്യമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പൗലോസിന് പറയുവാനുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവനായ പൗലോസിന് യേശുവിനെ കുറിച്ച് പറയുവാനുള്ളത്, അവൻ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചുവെങ്കിലും അവൻ ആരാണ്? വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്, അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്നുള്ളതാണ് പൗലോസിന് പറയുവാനുള്ളത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ ഇவ்விധമായി നമ്മെ വളരെ ശക്തിയോടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണ്. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നും അവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെന്നും വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ നമുക്ക് ജീവനുണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ശക്തിയോടെ പഠിപ്പിക്കുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തെയാണ്, പിതാവിനെയാണ് ഈ പൗലോസ്ലീഹ ആരാധിച്ചു പോകുന്നത് എന്നുകൂടി വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം തന്നെ അതിന്റെ 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ഇടവിടാതെ നിങ്ങളെ, റെഫറൻസ് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, റോമർ 1-ാം അധ്യായം 9-10 വാക്യങ്ങളാണ് നമ്മളിപ്പോ വായിക്കുന്നത്. വായിച്ചു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് അതിന് സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള, ആരുടെ പുത്രനെ കുറിച്ചുള്ള, അത് തുറന്ന് വായിക്കാം. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ
ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ ഈ പൗലോസ്ലീഹ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു, പൗലോസ്ലീഹ പ്രസംഗിക്കുന്ന സുവിശേഷത്തിലെ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, അതാണ് പൗലോസ്ലീഹയുടെ പ്രസംഗം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷമെന്ന് ഉറപ്പിച്ചു പറയുന്ന പൗലോസ്ലീഹ തന്റെ പുത്രനെ കുറിച്ചുള്ള, ആരുടെ പുത്രനെ കുറിച്ചുള്ള? പൗലോസ് തന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് പൗലോസ്ലീഹ ഉറപ്പിക്കുകയാണ്. അപ്പോൾ പൗലോസിന്റെ ദൈവം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവാണ് പൗലോസിന്റെ ദൈവമെന്ന്. പൗലോസ് ആരാധിക്കുന്ന ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവാണെന്ന് പൗലോസ്ലീഹ ഇവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, അതുപോലെ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം. ഒന്നുകൂടി ആവർത്തിക്കുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചോളൂ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട്, അവൻ യേശുക്രിസ്തുവിന്റെ പിതാവാണ്. മനസ്സിലായോ? ഇനി അടുത്തത് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അപ്പോൾ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവാണ് പൗലോസിന്റെ ദൈവം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനാണ് പൗലോസിന്റെ ദൈവം. അപ്പോൾ പൗലോസ്ലീഹ എടുത്തു പറയുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ദൈവമോ ഒരുത്തൻ മാത്രം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ദൈവമോ ഒരുത്തൻ മാത്രം. റോമാലേഖനം 3-ാം അധ്യായം 30-ാം വാക്യം. ദൈവം ഏകനല്ലോ, സിംഗിൾ പേഴ്സൺ. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അത് വായിച്ചോളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കേട്ട 2 വാക്യങ്ങൾ, ഒന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ്. അവിടെ വളരെ സ്പഷ്ടമായി പൗലോസ്ലീഹ പറയുന്നു, ദൈവമോ ഒരുത്തൻ മാത്രം. റോമാലേഖനം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദൈവം ഏകനല്ലോ. അടുത്തത് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചോളൂ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മാധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദ മാൻ ക്രൈസ്റ്റ് ജീസസ് ഈസ് ദ മീഡിയേറ്റർ ഇൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. പൗലോസിന് ദൈവം ഒരുവനേയുള്ളൂ, ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഏകനല്ലോ. ആ ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിലൂടെ പൗലോസ്ലീഹ തന്റെ ആത്മാവിൽ ആരാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവിനെയാണ്. ദൈവമോ ഒരുത്തൻ മാത്രമെന്ന്, ദൈവം ഏകനല്ലോ എന്ന്, ദൈവം ഒരുവനെന്ന് പൗലോസ്ലീഹ അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ പൗലോസ്ലീഹ കണ്ടെത്തിയ യേശുക്രിസ്തു ആരാണ്? പൗലോസ്ലീഹായുടെ ദൈവത്തിന്റെ പുത്രനായ
ക്രിസ്തുവാണ് എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ ഉറപ്പിക്കുന്നത്. പ്രിയരെ, നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, നമുക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്, നാം കർത്താവായ യേശു ക്രിസ്തുവിനാൽ പണിയപ്പെടുന്ന സഭയുടെ ഭാഗമായി മാറേണ്ടതിന് നാം വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു ആരെന്നാണ്? അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ അവന്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നമ്മെ സഹായിക്കട്ടെ. നാം വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിച്ചുറപ്പിക്കുന്നതിലൂടെ നമുക്ക് ജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നാം മറന്നു പോകരുത്. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ വന്നുപോരും. എന്തു തിന്നുമെന്ന് കുടിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി വിചാരപ്പെടരുതെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, നമുക്ക് ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ കിട്ടുന്നതാണ് ദൈവികമായ അനുഗ്രഹം എന്നുള്ള മിഥ്യാബോധത്തിലേക്ക് നിങ്ങളെ ആരെങ്കിലും എത്തിക്കുവാൻ ശ്രമിച്ചാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ ജീവിതകാലത്ത് നമുക്ക് ലക്ഷ്യമാക്കേണ്ടത്, നാം ലക്ഷ്യം വെക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യജീവനാണ്. ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരെന്നുള്ള വ്യക്തമായ അറിവാണ് നമുക്ക് വേണ്ടത്. ആ അറിവ് നിത്യജീവനാണ്. അവൻ ഏക സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അവനെ അയച്ചവനാണ് ഏക സത്യദൈവം, അത് പിതാവാണ്. ആകയാൽ പ്രിയരെ, ജീവൻ പ്രാപിപ്പാൻ, ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. വിശുദ്ധ തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മെ തന്നെ ചിട്ടപ്പെടുത്താം. സർവശക്തനായ ദൈവം നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമ്മെ ഒരുക്കി, നമ്മുടെ ചുവടുകളെ ദൃഢമാക്കി വചനത്തിന്റെ പാതയിൽ നടക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വടക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പാകെ നാം എല്ലാവരും സമർപ്പണത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ തോമസ് ഊട്ടിയച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഞങ്ങളെ